ഒരു സ്ത്രീ തന്റെ പേരിന്റെ കൂടെ ഭർത്താവിന്റെ പേരും കൂടി ചേർത്തു പറയൽ നിഷിദ്ധമാണോ? പിതാവല്ലാത്തവരുടെ പേരിങ്ങനെ ചേർത്തിപ്പറയൽ നിഷിദ്ധമാണെന്ന് ഹദീസിലുണ്ട് എന്നു പറയുന്നതായി ചില പ്രസംഗങ്ങൾ കേട്ടു. ഇത് ശരിയാണോ? ഭാര്യ അവളുടെ പേരിന്റെ കൂടെ തന്റെ പേരും കൂടി ചേർക്കുന്നുണ്ട് എന്ന് ഭർത്താവ് പറഞ്ഞാൽ അത് വിലങ്ങൽ നിർബന്ധമുണ്ടോ? എന്താണ് ഇതിന്റെ മതവിധി? മറുപടി: വെറും തെറ്റിദ്ധാരണയും അറിവില്ലായ്മയും മാത്രമാണ് താങ്കൾ ആ പ്രസംഗത്തിൽ കേട്ടത്. അങ്ങനെ ചേർത്തു പറയൽ നിഷിദ്ധമേ അല്ല. ഒന്ന് വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു 3508 നമ്പറായും ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വഹീഹ് 61 നമ്പറായും മിഷ്കാത്തുൽ മസ്വാബീഹിൽ 3314 നമ്പറായും ഇമാമുന നബി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രസിദ്ധമായ റിയാദുസ് സ്വാലിഹീൻ 1802 നമ്പറായും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ മനിദ്ദഅ ഇലാ ഗൈരി അബീഹി വഹുവ യഅലമു അന്നഹു ഗൈറു അബീഹി ഫൽ ജന്നത്തു അലൈഹി ഹറാം എന്നൊരു ഹദീസുണ്ട്. ഈ ഹദീസ് പല അർത്ഥത്തിലും റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. മനിദ്ദഅ ഇലാ ഗൈരി അബീഹി, തന്റെ പിതാവ് അല്ലാത്ത ഒരാളിലേക്ക് ഒരാൾ വാദം ഉന്നയിച്ചാൽ, വഹുവ യഅലമു അന്നഹു ഗൈറു അബീഹി, അത് തന്റെ പിതാവല്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്, എന്നിട്ടും പിതാവല്ലാത്ത ഒരാളിലേക്ക് ഒരാള് വാദം ഉന്നയിച്ചാൽ ഫൽ ജന്നത്തു അലൈഹി ഹറാം, അയാളുടെ മേൽ സ്വർഗം നിഷിദ്ധമാണ്. വേറെ ചില റിവായത്തിൽ ഖദ് കഫറ, അയാൾ കുഫർ പണി പോലെ ചെയ്തു എന്നു കാണാം. ചിലതിൽ മൽഊനുൻ, അവൻ ലാനത്താക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ് എന്നു കാണാം. ചില ഹദീസിൽ ഫൽ യതബവ്വ മഖ്അദഹു ഫിന്നാർ, നരകത്തിൽ ഇരിപ്പിടം അവൻ ഒരുക്കട്ടെ എന്നു കാണാം. ഏതായാലും വളരെ തെറ്റായ ഒരു കാര്യമാണ് പിതാവല്ലാത്ത ആളിലേക്ക് ചേർത്തി പറയൽ. ഈ പറഞ്ഞ ഹദീസിൽ പിതാവല്ലാത്ത ആളിലേക്ക് ചേർത്തിപ്പറയൽ എന്നതുകൊണ്ട് ഭർത്താവിന്റെ പേര് കൂടെ ചേർക്കലും ഇതിൽ പെട്ടു എന്നാണ് ചില പരമസാധുക്കൾ തെറ്റിദ്ധരിച്ചത്. അത് ഭീമാബദ്ധമാണ്. ഈ പറഞ്ഞത് തന്റെ കുടുംബമല്ലാത്ത മറ്റൊരു കുടുംബത്തിലേക്ക് ചേർത്തി പറയുക, പേര് കിട്ടാനും പ്രശംസ കിട്ടാനും പ്രസിദ്ധി കിട്ടാനും വേണ്ടിയിട്ട് തന്റെ തറവാട് മാറ്റി മറ്റൊരു തറവാട്ടിലുള്ള ആളിലേക്ക് പിതാവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചേർത്തി പറയുക. ഉദാഹരണം, ഖുറൈശി പ്രമുഖനായ അബ്ദുൽ മലിക് എന്ന പിതാവിലേക്ക് ചേർത്തിയിട്ട് മുഹമ്മദ് ബിനു അബ്ദുൽ മലിക് എന്ന് പറയുക. ഞാൻ അബ്ദുൽ മലിക്കിന്റെ മകനല്ല എന്ന് അയാൾക്കറിയാം, എന്നിട്ടും അറിഞ്ഞുകൊണ്ട് മുഹമ്മദ് ബിനു അബ്ദുൽ മലിക്, ഞാൻ ഖുറൈശിയായ അബ്ദുൽ മലിക്കിന്റെ പുത്രനാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം അങ്ങനെ ചേർത്തി പറയൽ. അപ്പൊ വ്യഭിചാരത്തിൽ ഉണ്ടായാലും താഴ്ന്ന കുടുംബത്തിലുണ്ടായാലും പിതാവാരാണെന്ന് അറിയപ്പെടാഞ്ഞാലും അറിയപ്പെടാത്ത പിതാവാണെങ്കിലും പ്രസിദ്ധനല്ലെങ്കിലുമൊക്കെ പ്രസിദ്ധനായ ഒരു കുടുംബനാഥനിലേക്ക്, ഒരു കുടുംബത്തിൽ അറിയപ്പെട്ട വ്യക്തിയിലേക്ക് ഞാൻ ചേർക്കപ്പെട്ടവനാണ്, അവന്റെ മകനാണു ഞാൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു പരിപാടി മുൻകാലത്ത് ഉണ്ടായിരുന്നു. കാശുകളോ മറ്റോ കൊടുത്തുകൊണ്ടുപോലും ഒരാളോട് നിങ്ങളെ ഞാൻ പിതാവായിട്ട് പറയും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന പതിവും ഉണ്ടായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ തറവാട് മാറിപ്പോകാനും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനും പല കാരണങ്ങളാൽ മക്കളും പേരമക്കളും ഒക്കെ മറ്റൊരാളിലേക്ക് ചേർക്കപ്പെടാനും വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും സാധ്യതയുള്ളതിനാലാണ് മൻ ഇൻതസബ ഇലാ ഗൈരി അബീഹി, തന്റെ പിതാവല്ലാത്ത മറ്റൊരാളിലേക്ക് ഒരാൾ ചേർന്ന് നിന്നാൽ, ചേർത്തി പറഞ്ഞാൽ അത് നിഷിദ്ധമാണ് എന്നറിയിക്കുന്ന ഹദീസ് വന്നത്. ഇതുമാത്രമാണ് ഈ ഹദീസ് കൊണ്ടുള്ള വിപക്ഷ. അല്ലാതെ ഒരു പെണ്ണിന്റെ ബാപ്പ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കുഞ്ഞുട്ടി ഹാജിയുടെ മകളാണ് സൈനബ എന്ന് സൈനബാനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ സൈനബാനെ സുബൈർ കല്യാണം കഴിച്ചപ്പോൾ അവൾ സൈനബ സുബൈർ എന്ന് പറഞ്ഞു. അത് ഈ ഹദീസിന്റെ കീഴിൽപ്പെട്ട നിഷിദ്ധമായ കാര്യമാണ് എന്നുള്ളത് വെറും തെറ്റുധാരണയാണ്. ഈ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാത്ത ആളിലേക്ക് പിതാവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചേർത്തിപ്പറയലിനെ മാത്രമാണ് ഈ പറഞ്ഞത് എന്ന് എല്ലാ ഉലമാക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ മുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു തആല അൻഹു ഹദീസ് നമ്പർ 3314 നമ്പർ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മിർഖാത്തുൽ മഫാത്തിഹ് പുതിയ പതിപ്പ് 6ാം വാള്യം 435 ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഹാഫിദുൽ ആലം അൽ ഹാഫിദുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രസിദ്ധമായ ഫതുഹുൽ ബാരി 6ാം വാള്യം 541 പേജിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ബദ്രുദ്ദീനുൽ ഐനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഉംദത്തുൽ ഖാരി 16ാം വാള്യം 80 പേജിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഈ വിഷയം വിശദമായി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഒരു ഭാര്യയും ഭർത്താവിന്റെ പേര് തന്റെ പേരിനോടൊപ്പം ചേർത്തു പറയൽ നിഷിദ്ധമല്ല, ഹറാമല്ല,
അത് ഈ ഹദീസിൽ പറഞ്ഞ വിഷയവുമല്ല, അത് മറ്റൊന്നാണ്. പലപ്പോഴും ഉണർത്താറുള്ളത് പോലെ ഒരായത്തോ ഹദീസോ കേൾക്കുമ്പോഴേക്ക് അതിന്റെ മലയാള പരിഭാഷ മാത്രം പഠിച്ച് അതിൽ നിന്ന് സ്വന്തം വിധി കണ്ടെത്തി പ്രസംഗിക്കുക, എഴുതുക എന്നുള്ളത് വളരെ മോശമായ ഒരു പ്രവണത ഇന്ന് പലരിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നാളിതുവരെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളൊക്കെ ഒരായത്ത് വിശദീകരിക്കുമ്പോൾ എന്താണ് അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞ തഫ്സീർ എന്ന് നോക്കണം. ഹദീസ് വിശദീകരിക്കുമ്പോൾ അൽ അയിമത്തുൽ മുജ്തഹിദൂൻ, ഇമാമുമാരും ഷുറാഹും മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് അതിന് കൊടുത്ത വ്യാഖ്യാനം എന്ന് നോക്കണം. ഇതൊന്നും നോക്കാതെ നേരെ തനിക്കെന്താണോ പരിഭാഷ മനസ്സിലാകുന്നത് അതങ്ങ് വെച്ചു കാച്ചിയിട്ട് അതിൽ നിന്ന് വിധി കണ്ടെത്തി ഉറക്കെ അങ്ങ് പ്രഖ്യാപനം നടത്തുക, എഴുതുക എന്നുള്ളത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. ഇസ്ലാമിന്റെ പേരിൽ പ്രിയ സുഹൃത്തുക്കളെ അത് ചെയ്യരുത് എന്ന് വളരെ സവിനയം അപേക്ഷിക്കുക കൂടിയാണ്. അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അഅലം ബിസ്സവാബ് വഇലൈഹിൽ മർജി വൽ മആബ് മഅൽ വസിയ്യത്തി ബിദ്ദുആ. അഖൂകും ഫില്ലാഹ്. അസ്സലാമു അലൈക്കും.